ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ നേരത്തെ വ്ളോഗൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ, കോട്ടയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോൾ ഞാൻ ഈ മുടി ഒന്ന് വെട്ടുന്നത് കുക്കുമ്പയിൽ പോയാൽ വെട്ടുന്നത്, കോട്ടയത്തുള്ള കുക്കുമ്പ സലൂണിൽ പോയാൽ വെട്ടുന്നത്. അപ്പം മുടി കട്ട് ചെയ്യാൻ പെർമിഷനൊക്കെ കിട്ടി. കണ്ണൻചേട്ടൻ്റെ നിന്നും അമ്മയുടെ നിന്നൊക്കെ പെർമിഷൻ കിട്ടി. ഇപ്പോഴാണ് അവർ മുടി കട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അന്നേരം കുറേ നാളെന്ന് ചോദിച്ച് ഇപ്പം ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അറ്റം മാത്രം കട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കുക്കുമ്പയിൽ, ഞാൻ യൂഷ്വലി കുക്കുമ്പയിൽ പോയാൽ കേട്ടോ ചെയ്യുന്നത്. അവരമ്മ നല്ല പ്രോഡക്ട്സും നല്ല ഹെയർ സ്റ്റൈലും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ അവിടെ എപ്പോഴും ഇവിടെ വരുമ്പോൾ കുക്കുമ്പയിൽ പോകാറുണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നടുവിലുള്ള കുക്കുമ്പയിൽ പോയിട്ടുള്ള ഹെയർ സ്പാ ഒക്കെ ചെയ്തൊരു വീഡിയോ. അപ്പം ഞാൻ എവിടെ ഉണ്ടെങ്കിലും എവിടെ പോയാലും ഈ കുക്കുമ്പ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെയാണ് മുടിയുടെ പരിപാടിക്കൊക്കെ കുക്കുമ്പയിലാണ് പോകുന്നത്. അപ്പം ഇപ്പം എൻ്റെ ലെങ്ത് മുടിയുടെ ഇത്രയേ ഉള്ളൂ. അപ്പം ലെയർ ചെയ്യണോ എന്ത് ചെയ്യണം എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഹെയർ അങ്ങ് കട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഒരു ഹെയർ കട്ട് വീഡിയോ തന്നെ ആയിക്കോട്ടെ. ഞാനും അമ്മയും കൂടെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്, ഏറ്റുമാനൂരിന്ന്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഇരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ശരിക്കും ജാനുവരി 11 എടുത്താണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജസ് ഹെയർ കട്ടിനെ കുറിച്ച് ചോദിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ഫുൾ വ്ളോഗായിട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ലേറ്റ് ആയിപ്പോയി, ഞാൻ ആദ്യം തന്നെ സോറി പറയുവാണ് വീഡിയോ ഇടാത്തതിന്. അപ്പം നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കോട്ടയത്ത് എത്തിയിട്ട് വേണം പോകാൻ. അപ്പം നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് പഴയ കാഴ്ചകളൊക്കെ ഓർമ്മ വരുന്നത് കേട്ടോ. ഞങ്ങൾ കോളേജിൽ പോകുന്നതൊക്കെ ഇങ്ങനെയായിരുന്നു. ഇതാണ് മനോരമ ജംഗ്ഷൻ, കോട്ടയത്തുള്ള. അപ്പം എൻ്റെ കോളേജാണ് കേട്ടോ ആ കാണുന്ന, BCM കോളേജ് എന്ന് പറയും. വുമൻസ് കോളേജായിരുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് കോളേജിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം പഴയ മെമ്മറീസൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുത്തു. ഇതുവരെയൊക്കെ നടന്നു പോകുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പം ഷീമാട്ടിയും എല്ലാ കടകളും ആ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ നല്ല രസമായിരുന്നു ഷീമാട്ടി പോകുന്നതും അവിടുത്തെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതൊക്കെ രസമായിരുന്നു. അപ്പോൾ പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ബസ്സിലൊക്കെ പോകുമ്പോൾ മെമ്മറീസൊക്കെ ഓർമ്മ വരും. ഇതുപോലെ അന്ന് കടകളൊക്കെ കുറച്ച് ക്ലോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയക്കാണ് ഫുൾ കോട്ടയത്തുള്ളവർക്ക് അറിയാമായിരിക്കും, ഷോപ്പിങ്ങിൻ്റെ ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. എല്ലാ ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പും ഉണ്ട് ഇവിടെ. കോട്ടയത്ത് കോളേജസ് എല്ലാം ടൗണിൽ തന്നെ ആയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ കറങ്ങി നടക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയത്തെത്തി. ഇനിയിപ്പം നമുക്ക് കുക്കുമ്പ കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് കുക്കുമ്പയൊക്കെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. നമ്മുടെ ടൈമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. ഇനിയിപ്പം നമ്മുടെ ഹെയറിന് എന്താ പറയുക, ടെക്സ്ചറൊക്കെ നോക്കി അവരൊരു ഹെയർ കട്ടൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. അതപ്പം നമുക്ക് ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹെയർ കട്ട് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അവരോട് എനിക്ക് ഹെയറിന് ഉള്ളു തോന്നിക്കുന്ന രീതിയിലുള്ള ഹെയർ കട്ട് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരങ്ങനെ എന്ന് വെച്ചാൽ ലെങ്ത് കുറയ്ക്കാതെ എന്നാൽ ഉള്ളു തോന്നിക്കുകയും വേണം. അപ്പോൾ അതുപോലുള്ള ഹെയർ കട്ട് ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അവർ ലെയറായിട്ട് ഓരോരോ പോർഷൻസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചു കേട്ടോ, ലെയറായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പിടിച്ചിങ്ങനെ മിറർ നോക്കി എടുക്കാമെന്ന്. പക്ഷേ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. അവരുടെ റിംഗ് ലൈറ്റും പിന്നെ എന്താ പറയുക, വേറൊരു ചേട്ടൻ വന്ന് ഫോണൊക്കെ പിടിച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്ന് നല്ല ഹെൽപ്ഫുള്ളും നല്ലതായിട്ടെല്ലാം ചെയ്തൊക്കെ തന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഈ കുക്കുമ്പ സെലക്ട് ചെയ്യാനൊരു റീസൺ ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ കുക്കുമ്പയിൽ പോയപ്പോൾ ഞാൻ മുടി സ്മൂത്തനിങ് ചെയ്യാനാണ് പോയത് ഫസ്റ്റ് ടൈമിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഫ്രണ്ട് മാത്രം സ്മൂത്തനിങ് ചെയ്യാനാണ് അവരോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഹെയറിന് എന്താ പറയുക, അത്ര ഹെൽത്തി അല്ല, ഇപ്പം സ്മൂത്തനിങ് ചെയ്യാതിരിക്കുമായിരിക്കും ബെറ്റർ എന്നുള്ളൊരു സജഷൻ അവർ ഇങ്ങോട്ട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് നല്ലൊരു
ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിവ്യൂ പോലെ തോന്നി. കാരണം നമ്മൾ വേറെ ഏത് സലൂണിലാണെങ്കിലും അവർക്ക് ജസ്റ്റ് ക്യാഷ് കിട്ടാൻ വേണ്ടി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു തരും. പക്ഷേ ഇതെനിക്ക് അതുപോലെ ആയിട്ട് തോന്നില്ല. നമ്മുടെ ഹെയർ ഫസ്റ്റ് അവർ നോക്കിയിട്ട് നമ്മുടെ ഹെയറിനൊരു പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ ഹെയർ ഫോൾ കൂടുമോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് അവർ കെയർ ചെയ്തിട്ടാണ് പിന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ ഹെയർ പിന്നെയും ഹെയർ ഫോൾ കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കുക്കുംബേളുടെ ഒരു ഫാനായി തീർന്നത്. ഫസ്റ്റ് ടൈമിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമ്മുടെ ഹെയർ എങ്ങനെയാണോ ഇരിക്കുന്നതെന്നുള്ളൊരു കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. എന്നിട്ടാണ് അവർ നമ്മൾ ഏതാണോ പറഞ്ഞത് നമുക്ക് ചേരുമല്ലോ എന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കൊടുക്കത്തില്ലേ വിഗൊക്കെ ഉണ്ടാക്കാൻ, അതിന് ഇത്ര ലെന്ത് വേണമെന്നുണ്ട്? അത് കുറച്ച് ലെന്ത് ഇവിടെ കൊടുക്കത്തില്ല, നിങ്ങൾ തന്നെ കൊടുക്കും. നമ്മൾ കട്ട് ചെയ്ത് തെറ്റോ ഇവിടെ അങ്ങനെയില്ല. നല്ല നീളം വേണം. നല്ല നീളമൊന്നും വേണ്ട, വേണ്ട, ഒരു ഇത്രയൊക്കെ ആയാലും മതി. ഇത്രയും മതി അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അതിന്റെ അതേപോലെ തന്നെ കെട്ടി വെച്ച് കൊടുക്കണം. അത് കെട്ടി തരും, ഒരു റബ്ബർ ബാൻഡ് ഇട്ട് തരും. അത് നമ്മളൊന്ന് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതായിട്ട് അപ്പോൾ ഇതാ കേട്ടോ എൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. താഴെ മാത്രം ഒരു 2-3-4 ലെയേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഹെയർ ലെങ്ത് കുറയാതെ താഴെ മാത്രം കുറച്ച് ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ജസ്റ്റ് ഒന്ന് കുറച്ച് ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഫേസിന് ജസ്റ്റ് ഒന്ന് മാച്ച് ആകുന്ന പോലെ. അല്ലാതെ വേറെ ഒരുപാട് കട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഉള്ളു തോന്നിക്കുന്ന പോലത്തെ ഹെയർ സ്റ്റൈൽ തന്നെ ചെയ്തും തന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി 2 പേര് ഹെൽപ്പ് ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നതിന് സ്റ്റാർട്ടിങ് തൊട്ട് തീരുന്നിടം വരെ ഫുൾ സപ്പോർട്ട് ചെയ്ത് ഫുൾ വീഡിയോയും എനിക്ക് എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ അന്ന് ഇടാൻ പറ്റിയില്ല, അതാണ് കുറച്ച് ലേറ്റായി പോയത്. അതാണ് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചത്. ഹെയർ കട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ.
മണിക്കൂട്ടനും ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനലൊക്കെ. പേരെന്താ യൂട്യൂബ് ചാനലിൻ്റെ? മണിക്കൂട്ടൻ ഹെയർ സ്റ്റൈലിസ്റ്റ്. ഞാൻ താഴെ ലിങ്ക് ഇടാം. അപ്പം എൻ്റെ ഹെയർ കട്ട് ചെയ്തതും സ്റ്റൈൽ ചെയ്തതൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ക്യാമറമാൻ നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണിത് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. പേരെന്താ ചേട്ടൻ്റെ? അരവിന്ദ്. അപ്പം നമ്മുടെ ഹെയറൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് തന്നെ ഈ 2 പേരാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഇവരുടെ സർവീസിൽ പകരം നമ്മളെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഫുൾ സെറ്റ് ചെയ്ത് കഴിയുന്നിടം വരെ ക്യാമറയും പിടിച്ച് ചേട്ടന്മാർ ഫുൾ എനിക്ക് എടുത്തു തന്നു. ഞാൻ തന്നെ പിടിച്ചെടുക്കാമെന്ന് വെച്ചാൽ വന്നത്. പക്ഷേ ഇവർ 2 പേരും എനിക്ക് എടുത്തു തന്നു. അപ്പം നമ്മുടെ കുക്കുമ്പയിൽ ചേട്ടന്മാർക്ക് എന്നാ പറയാനുള്ളത്? ഹെയറിനെ കുറിച്ച് എന്തെങ്കിലും സജഷനോ ടിപ്സോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇതൊക്കെ തന്നെ ഉള്ളൂ. മര്യാദയ്ക്ക് നോക്കിയും കണ്ടു ഇരുന്ന് മൂടി പോകാതിരിക്കും അല്ലേ? പക്ഷെ ഹെയർ കട്ട് ചെയ്യണം അല്ലേ? ശരിക്കും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നതന്നെ നല്ലത്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? ട്രീറ്റ്മെന്റ്സ് ഒന്നും കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും കട്ട് ചെയ്ത് വേണം. അപ്പം കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്തതെന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റാ.